ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, മീൻ പിടിച്ചത് കാണാനൊന്ന് പോയി, അത്രേ ഉള്ളൂ കേട്ടോ. പെരീന്ന് ഇറങ്ങുന്ന ടൈമിൽ മീൻ പിടിച്ചാൻ ഇറങ്ങിയതൊന്നും അല്ല, വേറൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ ആ വഴി തിരിച്ച് പോന്നപ്പോൾ ജസ്റ്റ് അവിടെയും കൂടി കയറിയെന്നുള്ളൂ. ഞാനും നിഷാക്കിയും അനുമോനുമാണ്. അനുമോൻ എടുത്തിട്ടില്ല, അവനെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് വണ്ടിക്ക് ചെറിയൊരു കാറ്റ് കുറവ്. അങ്ങനെ നേരെ പമ്പ് കയറ്റി കാറ്റും അടിച്ചു. പിന്നെ നേരെ ആര്യമ്പാവ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഗ്ലാസിൻ്റെ ഒക്കെ ഒരു കടയാണ്. അതായത് നമ്മൾ ജനൽ ഗ്ലാസ്, പിന്നെ നമുക്കിങ്ങനെ മിറർ കാര്യങ്ങളെല്ലാം അവിടുന്ന് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ അവിടെ നിന്നാണ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ വീട്ടിലുള്ള. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് ഈ ഐറ്റംസൊക്കെ. അങ്ങനെ തിരിച്ച് പോയി ഞങ്ങൾ വീണ്ടും അവിടെ വന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിന് റേറ്റ് പറഞ്ഞത് 400 പിന്നെ ഒരു 350 മതി എന്ന് പറഞ്ഞു. പിന്നെ 300 അങ്ങനെ കുറച്ച് 250 തരാമെന്ന് പറഞ്ഞോ. പക്ഷെ ഞങ്ങളിത് വാങ്ങിയില്ല, കാരണം അനുമോന് കൊണ്ടേ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതുവഴി പോണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വില പേശിയാൽ, ഫസ്റ്റ് തന്നെ 400 കേൾക്കുമ്പോൾ അതിന് വാങ്ങാതിരിക്കുക. വില പേശി 200 അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. തിരിച്ചു വന്ന് അനുമോനെ എടുത്ത് പിന്നെയാണ് മീൻപിടുത്തം കാണാനൊക്കെ പോണത്. പോണ വഴി ഇഷാഖാൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, ഒരു റംബുട്ടാൻ നിന്നിരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടി കുറച്ച് റംബുട്ടാൻ. എന്തായാലും ഞാൻ അങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം തന്നെ കയ്യിൽ കിട്ടിയിട്ടോ റംബുട്ടാനും. ഇതിൽ ഭയങ്കര സംഭവമുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോൻ്റെ കാര്യത്തിലായാലും ഒക്കെ സപ്പോർട്ടാണ്. കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞുതരും. അത്രയും കമ്പനിയും സപ്പോർട്ടുമാണ്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നത്, മുൻസീറ്റിൽ തൊട്ടപ്പുറത്തിരിക്കുന്നത് സെയിൻ്റെ ഉപ്പ ഉണ്ടോ, അനുമോൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ. അങ്ങനെ ഞങ്ങൾ റംബുട്ടാനൊക്കെ കഴിച്ച് അവിടുന്ന് പോന്നു. പിന്നെ നേരെ വന്നത് ഇതാ പാടത്ത് കണ്ടോ. ഞങ്ങളെ തൊട്ടന്നെ ഉള്ളതാണ്, കൈലിപ്പാടം എന്നറിയും. ഈ ഒരു തൊട്ടാണെങ്കിലും ഇവിടേക്ക് പോരാൻ വേണ്ടിയിട്ട് ഒരു മാസമായി ഞാൻ ഷാഹിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണു. പോവല്ലേ പോലെ എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞാനതങ്ങോട്ട് സാധിപ്പിച്ചെടുത്തിട്ടോ. അവിടേക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, നമുക്ക് നടന്നു പോകാനുള്ള ദൂരം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നാക്കം നിൽക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഈ പോണ ടൈമിലൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ മീൻ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ആര്യമ്പാവ് പോയത്, ഗ്ലാസ് കടയിൽ പോയത് എന്തിനാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾ പെരൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്ടോ. പക്ഷേ നടന്നില്ല. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ ഒരു ഷോർട്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നടന്നിട്ടുണ്ടായില്ല. അപ്പം ചെന്ന ടൈമിൽ നമുക്ക് ദൂരത്തു നിന്ന് തന്നെ ഈ ഒരു ട്രാക്ടർ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ സംഭവം കണ്ടം പൂട്ടുകയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഏതായാലും അതൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നതാണ്ടോ. ആയിക്കോട്ടെ, മീനായിന്ന് പിടിച്ച് കാണിച്ചടിക്ക കാണോ, മീൻ പിടിച്ച കാണോ. അപ്പൊ കിട്ടിയെന്ന് അല്ലടാ കൊണ്ടോ നിങ്ങള് എന്തായാലും കണ്ടം പൂട്ടുന്നതും മീൻ പിടിച്ചതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾക്ക് കിട്ടിയ മീൻ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ ആൾ മീൻ ആ വെള്ളത്തിൽ തന്നെ പോയിട്ട് ഭയങ്കര സങ്കടമായി. വീഡിയോയിൽ ഇങ്ങനെ കാട്ടിയതും ഒറ്റ ചാട്ടട്ടോ മീൻ. ഓൾക്ക് വലിയ മീൻ കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നുട്ടോ. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ കോട്ടയപ്പാടത്തുള്ള ഒരു ഹോൾസെയിൽ കടയിലേക്കാണ് കയറിയിരിക്കണത്. ബേക്കറി വാങ്ങാനുണ്ടോ, കുറച്ച് ബേക്കറി വാങ്ങാനുണ്ടായിരുന്നു. അനുമോന് രാവിലെ കൊടുക്കാൻ. രാവിലെ അങ്ങനെ ബേക്കറി കഴിക്കൂല, ആൾക്ക് അപ്പം തന്നെ വേണം മദ്രസ്ക്ക് പോകുമ്പോൾ. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം.
അങ്ങനെ ഞങ്ങൾക്ക് ഓരോ കപ്പ് കേക്ക് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ എടുത്തു. കപ്പ് കേക്കല്ല, ഈ ഒരു നീളം കേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ബന്ന്. അങ്ങനെ ഒരു തേങ്ങാ ബന്നും എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പാട് കിട്ടും കേട്ടോ. കാരണം അനുമോൻ അവിടെ ഉള്ളത് മൊത്തം വേണമെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ നേരെ മജ്ലിസിൽ കയറി ഓരോ കോഫി പിന്നെ നമ്മളെ ഈ ഒരു റുമാലി റൊട്ടിയും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്കിത് ഇടക്കിടക്ക് ഇങ്ങനെ തിന്നാൻ പൂതിയാവും. പക്ഷെ ഇടക്കിടക്ക് പറയെങ്കിലും എപ്പോഴേലൊക്കെ തിന്നലുള്ളൂ. അങ്ങനെ അവിടുന്ന് അതും കുത്തിക്കറ്റി നേരെ പച്ചക്കറി വാങ്ങാൻ പോയി. പച്ചക്കറിയിൽ കുറച്ച് സാലഡ് ഐറ്റംസ് വാങ്ങാനായിരുന്നു. അതൊക്കെ വാങ്ങി, ഒരു മാങ്ങയും വാങ്ങിട്ടോ. പിന്നെ രാത്രി വന്ന് ഞങ്ങൾ നൈറ്റിൽ ഇങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് TV കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, കുറച്ച് സാലഡ്, മുട്ട പുഴുങ്ങിയത്, മാങ്ങ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്, കോളിഫ്ലവർ പൊരിച്ചത്, കോഫി ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളൊരു പുതിയ പടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിട്ട് അങ്ങനെ ഇരുന്ന് കണ്ടു. ഞാനിരുന്നില്ലെങ്കിലും ഷാക്ക ഫുൾ ടൈം ഇങ്ങനെ തന്നെയുണ്ടോ. രാത്രി ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങനെ സിനിമയും കണ്ടിരിക്കും. ചിലപ്പോൾ 1 മണി 2 മണി ഒക്കെ ആ ടൈമിലൊക്കെ സിനിമ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ കടന്നുറങ്ങും. ഇന്ന് ഞാനിരുന്നു, ചില ദിവസങ്ങളിൽ ഞാനിരിക്കും, ഇരുന്ന് സിനിമ ഇഷ്ടമായ അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.